Hello guys, I am Apple and welcome back to my channel Superheroes. So guys, welcome to the first episode of Lemonade with Superheroes. So guys, നമ്മളൊന്ന് പുതിയൊരു സെഗ്മെന്റ് തുടങ്ങാൻ പോവുകയാണ്. അതായത് സൂപ്പർ ഹീറോ ന്യൂസ് പറയാൻ ആർക്കും പറ്റും, പക്ഷേ ലെമണേഡ് വെച്ച് സൂപ്പർ ഹീറോ ന്യൂസ് പറയാൻ ആർക്കും പറ്റില്ല. സോ ഒരു സൂപ്പർ ഹീറോ ന്യൂസ് പറയണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. സോ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ലെമണേഡ് വിത്ത് സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞൊരു പേരിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇനി ടു മെനി മോർ എപ്പിസോഡ്സ്. സോ നമുക്ക് വീഡിയോ കാണാൻ മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്താണ് ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കേൾക്കാം. സോ ഗൈസ്, നമുക്ക് നേരെ ന്യൂസിലേക്ക് കിടക്കാം. നോട്ട് ബാഡ്, ചുമ്മാ യുണീക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അപ്പം ലെമണേഡ് കുടിച്ച് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റൂസോ ബ്രദേഴ്സ് പറഞ്ഞതാണ്. അതായത് നമ്മുടെ അയൺമാൻ്റെ ടോണി സ്റ്റാർക്കിൻ്റെ ഡെത്ത് വന്നിട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ സ്റ്റോറിയെ ബാധിക്കുന്ന ഒന്നാണെന്ന് നമ്മുടെ റൂസോ ബ്രദേഴ്സ് പറഞ്ഞു. സോ അതാണ് ഫസ്റ്റ് ന്യൂസ്. പിന്നെ എന്താ പറയുക, രണ്ടാമത്തെ ന്യൂസ് ഡൂംസ്ഡേനെ കുറിച്ച് തന്നെയാണ്. ഡൂംസ്ഡേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് ഈ ഏപ്രിലിൽ തുടങ്ങാൻ പോവാണ്. സോ സ്പോയിലേഴ്സും ലീക്ഡ് പിക്ചേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവരെന്തോ സ്പെഷ്യലായിട്ട് എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രണ്ട് പടങ്ങളും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസ് ഇവർ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാത്തുനിന്നാണ്. എന്തായാലും റൂസോ ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു കിടില മാസ് എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ ട്രീറ്റ് ചെയ്യുന്ന എനിക്ക് അതിൻ്റെ യാതൊരു സംശയം വേണ്ട. അടുത്ത ന്യൂസും ഗൈസ്, അടുത്ത ന്യൂസും ഡൂംസ്ഡേയെ കുറിച്ചാണ്. നല്ല കാര്യങ്ങളൊക്കെ ഡൂംസ്ഡേയെ കുറിച്ചാണ്. ഡൂംസ്ഡേയെ കുറിച്ചുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. നമ്മുടെ റൂസോ ബ്രദേഴ്സ് അതിനെ കുറച്ച് കമൻറ്റ് ചെയ്യുകയാണ്. ആ ഡൂംസ്ഡേയിൽ ചിലപ്പോൾ AI യൂസ് ചെയ്തെന്നിരിക്കും. അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ, അതായത് VFX ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരും ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഇവോൾവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓൾറെഡി സീക്രട്ട് ഇൻവേഷനിൽ അവർ ഉപയോഗിച്ച് അത് അവർക്ക് ഒരുപാട് ആ ഒരു ഇൻട്രോ സീൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഫുള്ളി AI ക്രിയേറ്റഡ് ആണ്. സോ അതിന് വളരെയധികം ക്രിറ്റിസിസം മാറൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ റൂസോ ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം വളരെ കുറച്ചായിരിക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, നമ്മുടെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ കൃത്യസമയം നാളെ അതിൻ്റെ ഫോർത്ത് എപ്പിസോഡ് ഇറങ്ങാൻ പോകണം. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ. ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ആയതുമില്ല, അതിന് മുമ്പ് സെക്കൻഡ് സീസണിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. സോ ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ സീസൺ 2 എന്താ പറയുക, ആ ഒരു സെറ്റ് പിക്ചേഴ്സൊക്കെ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അടുത്ത ഞാൻ അതിനെ കുറച്ച് അഞ്ചാമത്തെ ന്യൂസാണ്. അതിനെ കുറച്ച് വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തിനാണ് അവരുടെ ചാനൽ റിസ്ക് ചെയ്യണമെന്നല്ല വിചാരിച്ചാണ്. കാരണം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസിൻ്റെയും കൺസെപ്റ്റ് ആർട്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ആർട്സിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാൾ വന്നിട്ട് അത് ലീക്ക് ചെയ്തിട്ടുണ്ട്. ആ ലീക്ക് ചെയ്തിട്ടുള്ള സംഭവം മാർവൽ ഇപ്പം വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബ് വീഡിയോസും അല്ലാത്ത ഓൺലൈൻ ആർട്ടിക്കിൾസും ഇതിനെ കുറച്ച് ചെയ്തവരൊക്കെ എല്ലാം മാർവൽ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Kevin Feige ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇത്തിരി പഴയ ന്യൂസാണ്, എന്നാൽ പോലും ഇതിൽ പറയണമെന്ന് തോന്നി. സോ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ചിലപ്പോൾ സിനിമയിലുള്ളത് തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനൽ റിസ്ക് ആവും. അതുകൊണ്ട് ചെയ്യുന്നില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു വീഡിയോസ് എടുത്ത് പോകാം. ആൻഡ് സ്പൈഡർമാൻ 4 ഈ പടം ഇപ്പോൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ജൂലൈ 2026 അതിൽ വന്നിട്ട് നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ കണ്ടിട്ടില്ല. സ്ട്രേഞ്ചർ തിങ്സിലെ ആക്ട്രസ് ആയിട്ടുള്ള സാഡി സിംഗ്, ആ ആക്ട്രസ് വന്നിട്ട് ജീൻ ഗ്രേയായിട്ട് ഈ ഒരു മൂവിയിൽ അഭിനയിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു റൂമറുണ്ട്. പക്ഷെ ആ റൂമേഴ്സിനെ അവർ തല്ലിക്കെട്ടാൻ നോക്കുന്നുണ്ട്. ആ ആക്ട്രസ് എത്രത്തോളം ശരിയാവുന്ന അറിയില്ല. നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ടോബി മെഗറിൻ്റെയൊക്കെ കണ്ടതല്ലേ, അതേപോലെ തന്നെ. അതിനടുത്ത ന്യൂസ് DC ന്യൂസാണ്. അതായത് നമ്മളെ പീറ്റർ സഫ്രാനും ജെയിംസ് ഗണ്ണും ഓരോ വർഷവും 3 DC പടങ്ങൾ ഇറക്കാൻ എന്താ പറയുക പ്ലാൻ ഇടുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ എന്തായാലും DC വളരെ നല്ല ഇതായിട്ട് വരട്ടെ. സൂപ്പർമാൻ ഐ തിങ്ക് ജൂലൈയിലോ ഓഗസ്റ്റിലാണ് വരുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലതായിരിക്കും. ജെയിംസ് ഗൺ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഒക്കെ ചെയ്ത ഒരു ഡയറക്ടറാണ്.
ട്രിലജി തന്നെ വളരെ നല്ല ട്രിലജിയാണ്. അപ്പം അടിപൊളിയായേ പറ്റൂ. കാരണം ആ ഡയറക്ടറിൻ്റെ ഫിലിമോഗ്രഫി അല്ലെങ്കിൽ കരിയർ തന്നെ എങ്ങനെയാണ്. നെക്സ്റ്റ് ന്യൂസ് അതും DC കുറച്ചാണ്. അതായത് നമ്മുടെ സാക്സ് സ്നൈഡറും നമ്മുടെ ജെയിംസ് ഗണ്ണും. സാക്സ് സ്നൈഡർ കുഴപ്പമില്ല, നമ്മുടെ ജെയിംസ് ആളിത്തിരി ഇതാണ്. അവർ തമ്മിൽ മീറ്റ് ചെയ്ത ഒരു പിക്ക് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് പല ഫാൻസും പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇനി സ്നൈഡർ കട്ടിൻ്റെ വല്ല കണ്ടിന്യൂഷൻ ആണോ എന്നോ അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും അവർ ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കും. നമ്മൾ സൂപ്പർമാൻ എടുത്തോളേ, ഹെൻറി ക്യാവിൽ എടുത്തോളേ, അതേപോലെ എന്നെയാ സ്നൈഡറിനെ തിരിച്ചു കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം അതിന്. ആൻഡ് ഇനിയുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ റൂസോ ബ്രദേഴ്സ് അവരുടെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലും. നമ്മുടെ ക്രിസ് പ്രാറ്റാണ് ആക്ടർ നായകൻ. ആ പടം വന്നിട്ട് ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നാണ് പേര്. ഞാൻ കണ്ടില്ല, നെറ്റ്ഫ്ലിക്സിലോ ഇത് വന്ന് കിടപ്പുണ്ട്, പക്ഷെ സമയം കിട്ടില്ല. കിള്ളം പടം എന്നാണ് ചിലർ പറയുന്നത്, ചിലർ പറയുന്നു അത്ര പോരാ എന്ന് പറയുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ ഞാൻ റിവ്യൂ തീർച്ചയായിട്ടും റിവ്യൂ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നാണ് പടം ഇറങ്ങിയിട്ടുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, ഇത് ഏറ്റവും എക്സൈറ്റിംഗ് ന്യൂസാണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റായിട്ട് കൊണ്ടുവച്ചത്. ഓക്കെ, അത് കുടിച്ചു തീർത്തു. ലാസ്റ്റ് ന്യൂസാണ്. പണ്ടല്ല, ഒരുപാട് പണ്ടല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കോമിക്കിൽ ഒരു DC മാർവൽ കൊളാബറേഷൻ കോമിക് അല്ലെങ്കിൽ ക്രോസ് ഓവർ ഇവന്റ് വരുന്നു എന്ന് അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഇനി നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നടന്നാൽ വളരെ വലിയൊരു ഇവന്റ് തന്നെയായിരിക്കും. അത് നടക്കാൻ ഈ വരുന്ന 2-3 ഇയേഴ്സിൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇത്രയൊക്കെയായിരുന്നു ലെമണേഡ് വിത്ത് സൂപ്പർ ഹീറോസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. ഇത്രയൊക്കെയായിരുന്നു ന്യൂസുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. സോ ഇനി നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ വരുന്ന എപ്പിസോഡ് എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1K ആണ്. സോ മറ്റൊരു മാർഗം വീഡിയോ ഉണ്ടാവും. അത് സൂപ്പർ ഹീറോസ്.